സാഹിത്യകാരി ഡോക്ടർ എം ലീലാവതിക്കെതിരായ രൂക്ഷമായ സൈബർ ആക്രമണം. ഗാസയിലെ കുഞ്ഞുങ്ങളെക്കുറിച്ച് പറഞ്ഞ പ്രസ്താവനയ്ക്കെതിരെയാണ് സൈബർ ആക്രമണം നടക്കുന്നത്. വിശന്നൊട്ടിയ വയറുമായി നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ഓർക്കുമ്പോൾ തനിക്ക് ഭക്ഷണം തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നില്ല എന്നായിരുന്നു ഡോക്ടർ എം ലീലാവതിയുടെ വാക്കുകൾ. കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്നത് തനിക്ക് വിഷമമുണ്ടാക്കുമെന്ന കാര്യമാണെന്നും വിമർശനങ്ങൾ തന്നെ ബാധിക്കാറില്ലെന്നും സാഹിത്യകാരി ഡോക്ടർ എം ലീലാവതി പ്രതികരിച്ചു. കുഞ്ഞുങ്ങൾക്ക് ജാതി, മതം, വർണ്ണം ഒന്നുമില്ല. എൻ്റെ നാട്ടിൽ കുഞ്ഞുങ്ങൾ മാത്രമാണ്. അവർക്ക് വിശക്കുന്നത് എനിക്ക് വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. അവരുടെ അച്ഛനമ്മമാർ ആരാണെന്ന് ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. അതെന്നെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമല്ല. ആളുകൾ വിമർശിക്കണതിനെ പറ്റി എനിക്ക് വിഷമമൊന്നുമില്ല. എന്ത് പറഞ്ഞാലും അങ്ങനെ ടീച്ചർക്ക് കുഴപ്പമില്ല. എന്ത് വിമർശിച്ചാലും അതൊക്കെ കേൾക്കാൻ തയ്യാറാണ്. ഞാൻ വലിയ വലിയ വിമർശനങ്ങളൊക്കെ നേരിട്ടുള്ള ആളാണ്. അത് എൻ്റെ അമ്മയുടെ അനുഭവത്തിൻ്റെ തുടർച്ചയാണ്. ഡോക്ടർ എം ലീലാവതിക്കെതിരായ സൈബർ ആക്രമണത്തിനെതിരെ മന്ത്രി വി ശിവൻകുട്ടി രംഗത്തെത്തി. ലീലാവതിയെ പിന്തുണയ്ക്കുകയായിരുന്നു ശിവൻകുട്ടി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ. ലേബി സജീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ. ലേബി, ലീലാവതി ടീച്ചറുടെ വാക്കുകൾ, ആ ചോദ്യം, അത് ഇന്ന് വലിയ ചർച്ചയായി മാറിയിരിക്കുന്നു. ആ ചോദ്യത്തിനെതിരെ ഇത്രയും പ്രായമുള്ള ഒരു ഗുരുനാഥയെ ഇങ്ങനെ കേരളത്തിലെ സൈബർ സ്പേസുകളിൽ സൈബർ ഫാസിസ്റ്റുകൾ എന്ന് തന്നെ വിളിക്കാവുന്ന ഒരു വലിയ കൂട്ടം ഇങ്ങനെ സൈബർ ആക്രമണത്തിന് ഇരയാക്കുകയാണ്. സാധാരണ ഈ രാഷ്ട്രീയ ബോധത്തിനും നിലപാടുകൾക്കുമൊക്കെ അപ്പുറത്ത് മനുഷ്യത്വമുള്ള ആരും ചോദിച്ചു പോകുന്ന ചോദ്യമാണല്ലോ ലീലാവതി ടീച്ചർ ചോദിച്ചത്, അല്ലേ ലേബി? തീർച്ചയായും റോഷ്നി, മലയാളത്തിലെ ഏറ്റവും പ്രതിഭാധനയായ എഴുത്തുകാരി എന്നതോ നിരൂപക എന്നതോ മലയാളത്തിന്റെ എഴുത്തമ്മ എന്നതോ എല്ലാം മാറ്റിവെക്കുക. 98 വയസ്സുള്ള ഏറ്റവും കരുണാമയിയായ ഒരു അമ്മയാണവർ. ഏറ്റവും ആർക്കും തോന്നുന്ന ഒരു അലിവാണ് അവർ പങ്കുവച്ചത്. ഗാസയിലായാലും പലസ്തീനിലായാലും ഇസ്രയേലിലായാലും അല്ലെങ്കിൽ ലോകത്തെവിടെയാണെങ്കിലും ഏത് ഭാഗത്തായാലും കുഞ്ഞുങ്ങൾ തന്നെയാണല്ലോ. അതിൻ്റെ എല്ലാ രാഷ്ട്രീയവും മാറ്റിവെച്ചാൽ പോലും, ഗാസയിലെ രാഷ്ട്രീയം ഇരിക്കെ തന്നെ പറയുകയാണ്, എല്ലാ രാഷ്ട്രീയവും മാറ്റിവെക്കുകയാണെങ്കിലും കുഞ്ഞുങ്ങളാണല്ലോ. അത് കൃത്യമായി തന്നെ ലീലാവതി ടീച്ചർ പറയുന്നുണ്ട്. അത് എവിടത്തെ കുഞ്ഞുങ്ങളാണെങ്കിലും കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ ഞാൻ തിരയാറില്ല. അവരുടെ മാതാപിതാക്കളുടെ ഐഡന്റിറ്റി ഞാൻ നോക്കാറില്ല. എൻ്റെ മുന്നിൽ കുഞ്ഞുങ്ങളെല്ലാവരും കുഞ്ഞുങ്ങൾ തന്നെയാണ്. കുഞ്ഞുങ്ങൾ വിശന്ന് വറത്തിരിക്കുന്ന ഒരു ലോകത്ത്, പാത്രവുമായി വിശന്നൊട്ടിയ വയറുമായി കുഞ്ഞുമക്കൾ കാത്തിരിക്കുന്ന ഒരു ലോകത്ത് എനിക്ക് പിറന്നാൾ സദ്യ കഴിക്കാനാകില്ല എന്ന് പറയുന്നതിനേക്കാൾ വലിയ ഒരു മനുഷ്യത്വത്തിൻ്റെ രാഷ്ട്രീയം വേറെന്തുണ്ട് റോഷ്നി? അത്രയും ശക്തമായ രാഷ്ട്രീയം, മനുഷ്യത്വത്തിന്റെ രാഷ്ട്രീയമാണ് ലീലാവതി ടീച്ചർ പങ്കുവച്ചിരിക്കുന്നത്. ആ രാഷ്ട്രീയത്തിനെതിരെയാണ് ഇത്തരം റോഷൻ തന്നെ നേരത്തെ വിശേഷിപ്പിച്ചതുപോലെ സൈബർ ഫാസിസ്റ്റുകൾ ഇത്തരത്തിൽ ആയുധവും എടുത്തുകൊണ്ട് സൈബർ ഇടത്തിൽ ടീച്ചറിനെ ആക്രമിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ലീലാവതി ടീച്ചറെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ ഏറ്റവും സമാരാധ്യയായ ഒരാൾ, എത്രയോ ആളുകൾക്ക്, എത്രയോ തലമുറകൾക്ക് വെളിച്ചം പകർന്നു കൊടുത്ത ഗുരുനാഥ ടീച്ചറെ പോലെ ഒരാളെ എങ്ങനെയാണ് ഇത്തരത്തിൽ നീചമായി സൈബർ ഇടത്തിൽ നിന്ന് വിമർശിക്കാൻ സാധിക്കുക എന്ന വളരെ പ്രസക്തമായ ചോദ്യം തന്നെയാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. അതിനോട് ടീച്ചർ പറഞ്ഞ മറുപടിയാണ് റോഷ്നി ഏറെ പ്രസക്തം. താൻ ഈ വിമർശനങ്ങളെ ഭയക്കുന്നില്ല. ഒപ്പം തന്നെ മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ടീച്ചർക്ക് പിന്തുണയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. സാംസ്കാരിക കേരളത്തിന്റെ മൂല്യച്യുതിയാണ് ഇത്തരം സൈബർ ആക്രമണത്തിലൂടെ വ്യക്തമാകുന്നത് എന്നുള്ള കാര്യമാണ് മന്ത്രി വി ശിവൻകുട്ടി പങ്കുവച്ചിരിക്കുന്നത്. റോഷ്നി, ലേബി, ഇപ്പോൾ സാംസ്കാരിക ലോകത്ത് നിന്നടക്കം ടീച്ചർക്ക് ലഭിക്കുന്ന പിന്തുണ അത് ആശാവഹം തന്നെയാണ്. പക്ഷേ ഈ സൈബർ ആക്രമണം നടത്തിയവരുണ്ടല്ലോ, കാസ, KP ശശികലയൊക്കെ പോലുള്ളവർ, വിഷം ജനിപ്പിക്കുന്ന വാക്കുകളാണ് KP ശശികലയൊക്കെ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. അത് എന്ത് തരം രാഷ്ട്രീയ ബോധമാണ്? അതിനപ്പുറത്ത് എന്ത് തരം മനുഷ്യത്വമില്ലായ്മയാണ്? ഏതൊക്കെ ടീമുകൾ, എത്ര വലിയ ടീമുകൾ ടീച്ചർക്കെതിരെ സൈബർ ആക്രമണം നടത്തുന്നുണ്ട് ലേബി? ഇപ്പോൾ ഈ സൈബർ ലോകത്തേക്ക് ടീച്ചർ ഇത്തരത്തിൽ പിറന്നാൾ സദ്യ തനിക്ക് ഇത്തരം വിശന്നൊട്ടിയ വയറുമായി കുഞ്ഞുങ്ങൾ ഗാസയിൽ കാത്തിരിക്കുന്ന സമയത്ത് തനിക്ക് പിറന്നാൾ സദ്യ ഉണ്ണാനാകില്ല എന്ന് പറയുമ്പോഴാണ് ഇത്തരത്തിൽ പല കോണിൽ നിന്ന്, ഇപ്പോൾ റോഷൻ സൂചിപ്പിച്ചല്ലോ അത് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് കൃത്യമായി ഇതിൽ ജാതിയുടെ രാഷ്ട്രീയം, മതത്തിന്റെ രാഷ്ട്രീയം പറയുന്ന ഇത്തരത്തിലുള്ള ഒരു കോണിൽ നിന്നാണ് ഇത്തരം ആക്രമണങ്ങൾ ഉയരുന്നത് എന്നത് വ്യക്തമാണ്. അതല്ലാതെ ഏതെങ്കിലും രീതിയിൽ സമഭാവനയോടെ മനുഷ്യരെ കാണുന്ന ഭാഗത്തു നിന്നല്ല.
മനുഷ്യനെ ഒന്നായി കാണുന്നവരുടെ ഭാഗത്തുനിന്നുമല്ല വന്നിരിക്കുന്നത്. ഈ ഒരു വിഭാഗത്തിന്റെ ഭാഗത്ത് ഇത്തരത്തിൽ ജാതിയും മതവും കൊണ്ട് ജനങ്ങളെ വേർതിരിക്കുന്ന, അതല്ലെങ്കിൽ ഇത്തരത്തിൽ മനുഷ്യത്വരഹിതമായി മതത്തെ ഈ ഘട്ടത്തിൽ ഉപയോഗിക്കുന്നവരുടെ ഭാഗത്തു നിന്നാണ് ഇത്തരം പ്രസ്താവനകൾ വരുന്നത് എന്നത് ഏറ്റവും ദൗർഭാഗ്യകരം തന്നെയാണ്. റോഷ്നി ഓർക്കുക, ഈ ഘട്ടത്തിലും കേരളത്തിന്റെ സാംസ്കാരിക സമൂഹം ഒരുപോലെ ടീച്ചർക്ക് പിന്തുണയുമായി നിൽക്കുകയാണ്. ടീച്ചറെ ഇത്തരത്തിൽ ആക്രമണം ടീച്ചറെ നടത്തുന്നതിലൂടെ സാംസ്കാരിക കേരളം അധപ്പതിച്ചു പോയി എന്നുള്ള കോമൺ പ്രതികരണമാണ് സാംസ്കാരിക ലോകത്ത് നിന്ന് നമ്മൾ ഇന്ന് ഉയർന്നു കേട്ടത്. ഏതായാലും ടീച്ചറെ ഇങ്ങനെ ഒരു വിഭാഗം ഇത്തരത്തിൽ മതത്തിന്റെ പേരിൽ വെറുപ്പിന്റെ രാഷ്ട്രീയം പറയുന്ന ഒരു വിഭാഗം ടീച്ചറെ എതിർക്കുമ്പോൾ ടീച്ചർക്ക് പിന്തുണയുമായി സമൂഹത്തിന്റെ മറ്റു ഭൂരിപക്ഷ വിഭാഗം, അല്ലെങ്കിൽ സമഭാവനയുടെ ലോകത്തെ കാണുന്ന മതത്തിനും ജാതിക്കുമൊക്കെ ഉപരിയായി മനുഷ്യനെ കാണുന്ന വിഭാഗങ്ങളെല്ലാം ഉയർന്നിട്ടുണ്ട്. അതിൽ രാഷ്ട്രീയമില്ല, സാഹിത്യത്തിന്റെ വ്യത്യസ്ത ചേരികളൊന്നുമില്ല, എല്ലാവരും ഉണർന്നിട്ടുണ്ട് എന്നത് വളരെ ആശ്വാസം പകരുന്ന ഒരു കാര്യം തന്നെയാണ്. അതിനൊപ്പമാണ് മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ളവർ ടീച്ചർക്ക് പിന്തുണയുമായി രാവിലെ തന്നെ വന്നത്. ടീച്ചർ ആ ഘട്ടത്തിൽ പറഞ്ഞതും ഓർക്കേണ്ടതുണ്ട് റോഷ്നി. ഈ പറയുന്ന ഒരാളുടെയും ജാതിയും മതവും ടീച്ചർ തിരക്കാറില്ല. ഏത് മക്കളിരുന്ന് കരഞ്ഞാലും ടീച്ചർ പറഞ്ഞ മറ്റൊരു പ്രസക്തമായ കാര്യമുണ്ട്. വെള്ളപ്പൊക്കത്തിൽ കേരളം പട്ടിണിയിലായ സമയത്ത് ടീച്ചർ ഓണം ആഘോഷിച്ചിട്ടില്ല, പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല. അതുപോലെ തന്നെയാണ് വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ ആരുമില്ലാതായി പോയ മക്കൾക്ക്, ഒരുപാട് മക്കൾ അവർ അനാഥപ്പെട്ട സമയത്ത് അവർക്കായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കഞ്ഞി കുടിച്ച, ഓണം ആഘോഷിച്ച ഒരു ടീച്ചറാണ്, പിറന്നാൾ ആഘോഷിച്ച ഒരു ടീച്ചറാണ്. ടീച്ചർ അത്തരത്തിലുള്ള എല്ലാ ആഘോഷങ്ങളുടെ സമയത്തും ഏറ്റവും ലളിതമായി അതിനെ കഞ്ഞി കുടിച്ചുകൊണ്ട്, സദ്യയെല്ലാം മാറ്റിവെച്ച് കഞ്ഞി കുടിച്ചുകൊണ്ട് അവരിലേക്ക് അവർക്കൊരു ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സമരസപ്പെടുന്ന ഒരു കാഴ്ചയ്ക്ക് കേരളമെല്ലാം സാക്ഷിയാണ്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വെറുപ്പിന്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളുടെ വിശപ്പിനെ കുറിച്ച് സംസാരിച്ച ലീലാവതി ടീച്ചറെ പോലെ ഒരാൾക്ക് നേരെ ഇത്തരത്തിൽ സൈബർ ആക്രമണത്തിന്റെ ആയുധവും ഏന്തി വന്നിരിക്കുന്നത്. ആർക്കിവിടെ രക്ഷയുണ്ട് ഈ സൈബർ ഇടത്തിൽ എന്നൊരു ചോദ്യം തന്നെയാണ് റോഷ്നി ഇവിടെ പ്രസക്തമാകുന്നത്. അതാണ്, ഇത്രയും പ്രായം ചെന്ന ഒരു സ്ത്രീ കേരളത്തിന്റെ സാംസ്കാരിക രംഗത്ത് തന്നെ അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു സ്ത്രീ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുമ്പോൾ അതിനെതിരെയാണ് വെറുപ്പും വിദ്വേഷവും വിതയ്ക്കുന്നത് ഈ സമൂഹ മാധ്യമങ്ങളിലടക്കം.